മലയാള മനോരമ ദിനപത്രത്തിൽ വരുന്ന വാർത്തകൾ അതേപടി വിശ്വസിക്കുന്നവർ കേരളത്തിലുണ്ട്. കേരളത്തിൽ UDFും കോൺഗ്രസും നിലനിന്നു പോകുന്നത് തന്നെ മലയാള മനോരമ ദിനപത്രം ഉള്ളത് കൊണ്ടാണ് എന്നാണ് CPIM നേതാക്കളും പ്രവർത്തകരും പറയുന്നത്. മലയാള മനോരമയാണ് UDFിനും കോൺഗ്രസിനും ആശയപരമായ നേതൃത്വം നൽകുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്താണ് നിങ്ങളുടെ പാളിച്ചകൾ എന്നൊക്കെ ഓർമ്മിപ്പിക്കുകയും അവർക്കെതിരെ വരുന്ന വാർത്തകൾ തമസ്കരിക്കുകയും എന്നാൽ CPM അടക്കമുള്ള എതിർ പാർട്ടികളിൽ വരുന്ന വാർത്തകൾ, ചെറിയ വാർത്തകൾ പോലും പൊലിപ്പിച്ച് കാണിക്കുകയും ചെയ്യുക, ഇതാണ് മലയാള മനോരമയുടെ പതിവ് രീതി. ആ വാർത്തകൾ അതുപോലെ വിശ്വസിക്കുന്നവരുണ്ട്. മലയാള മനോരമയിൽ വരുന്ന ഇത്തരം വാർത്തകൾ പലപ്പോഴും സോഷ്യൽ മീഡിയ പൊളിച്ചെടുക്കാറുമുണ്ട്. എന്നാലും മലയാള മനോരമ ആ പണി തുടരുക തന്നെ ചെയ്യും. ഏറ്റവും ഒടുവിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ദേവസ്വം ഭരണം ഇനി പാർട്ടി നേരിട്ട്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേതൃതലത്തിലുള്ളവരെ മാത്രം നിയമിക്കും. എന്താണ് തലക്കെട്ട്? ദേവസ്വം ഭരണം ഇനി പാർട്ടി നേരിട്ട് എന്ന് വെച്ചാൽ ദേവസ്വം പ്രസിഡന്റുമാർ ഇനി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിരിക്കും. ഭരണം നേരിട്ട് CPM ഏറ്റെടുക്കുന്നു. എന്തുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് CPM വരുന്നത് എന്ന് മലയാള മനോരമ പറയുന്നത്? കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ വലിയ അഴിമതി നടക്കുന്നു. അത് സർക്കാരിന്, പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നു. എപ്പോഴും പ്രധാനപ്പെട്ട നേതാക്കളല്ല ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. ഇനി മുതൽ അത് വേണ്ട, പ്രധാനപ്പെട്ട നേതാക്കൾ വരണം. വളരെ കണിശമായ പരിശോധന ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിലുണ്ടാകണം. അതുകൊണ്ടാണ് CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇനി മുതൽ ദേവസ്വം ബോർഡ് ഭരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത എഴുതിയിരിക്കുന്നത് മലയാള മനോരമ. ദേവസ്വം ഭരണം ഇനി പാർട്ടി നേരിട്ട്, പ്രസിഡന്റ് സ്ഥാനത്ത് നേതൃതലത്തിലുള്ളവരെ മാത്രമേ നിയമിക്കൂ എന്നാണ് വാർത്തയിൽ പറയുന്നു. ശബരിമല വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടി നേതൃതലത്തിലുള്ളവരെ പരിഗണിക്കാൻ CPM. വെള്ളിയാഴ്ച ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകും. നിലവിലെ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും നിയമിക്കേണ്ടെന്ന് പാർട്ടിയിൽ ധാരണയായിട്ടുണ്ട്. തെക്കൻ ജില്ലകളിൽ നിന്നുള്ള പാർട്ടി നേതൃതലത്തിലുള്ള ഒരാളെ പ്രസിഡന്റാക്കാനാണ് സാധ്യത. പ്രസിഡന്റ് അടക്കം 3 അംഗങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ളത്. നായർ, ഈഴവ, പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഓരോ അംഗങ്ങളാണ് ഉണ്ടാവുക. പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള അംഗത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല. നായർ പ്രതിനിധിയെ നിശ്ചയിക്കുന്നത് ഇത്തവണ CPI ആയിരിക്കും. വിളപ്പിൽ രാധാകൃഷ്ണനെയാണ് CPI നിയോഗിക്കാൻ സാധ്യത. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈഴവ പ്രാതിനിധ്യമാണ്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള നേതാക്കളെ ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം നേതാക്കൾക്ക് ഇടയിലുണ്ട്. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ദേവകുമാറിനെ പരിഗണിക്കാൻ ഇടയുണ്ടെന്നും വാർത്തകളുണ്ട്. ദേവകുമാർ നിലവിൽ കയർഫെഡ് ചെയർമാനാണ്. ബോർഡിലെ കാലാവധി ബാക്കിയുള്ള അംഗവും ആലപ്പുഴയിൽ നിന്നാണ്. അതിനാൽ ദേവകുമാറിനുള്ള സാധ്യത കുറവാണെന്ന അഭിപ്രായവും നേതാക്കൾ പങ്കുവെക്കുന്നു. കോൺഗ്രസ് വിട്ട് CPMലെത്തിയ നേതാവാണ് പ്രശാന്ത്. മുൻ പ്രസിഡന്റ് വാസുവിൻ്റെയും PS പ്രശാന്തിൻ്റെയും കാലത്തെ പ്രവർത്തനങ്ങളാണ് സ്വർണ്ണപ്പാളി കൊള്ളക്കേസിൽ സംശയത്തിൻ്റെ നിഴലിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത അവസാനിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട നേതാക്കൾ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഇനി ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തേക്ക് വരികയുള്ളൂ CPIM ഭരിക്കുമ്പോൾ, LDF ഭരിക്കുമ്പോൾ എന്നാണ് മലയാള മനോരമ പറഞ്ഞു വെക്കുന്നത്. അത്തരമൊരു തീരുമാനം CPIM പാർട്ടി എടുത്തിരിക്കുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് മലയാള മനോരമ. എന്നാൽ എന്താണ് സംഭവിച്ചത്? ആരാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? K. ജയകുമാർ. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലാത്ത മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ, മുൻ ചീഫ് സെക്രട്ടറിയായ, കവിയും എഴുത്തുകാരനുമായ K. ജയകുമാറാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത്തരമൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം സ്വാഭാവികമായും ദേവസ്വം മന്ത്രി അംഗീകരിക്കും. ദേവസ്വം മന്ത്രി കൂടി പങ്കെടുക്കുന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം K. ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കുകയും സ്ഥലത്തില്ലാത്ത മുഖ്യമന്ത്രിയുമായി ആലോചിച്ചാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് തീരുമാനം പുറത്തേക്ക് വരുന്നത്. ഔദ്യോഗികമായി തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് അക്കാര്യം അറിയിച്ചുകൊണ്ട് വിജ്ഞാപനം ഇറക്കേണ്ടത്. അത് അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ എല്ലാവർക്കും അറിയാം, പേര് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. K. ജയകുമാറാണ് ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റ്. മറ്റ് അംഗങ്ങളുടെ വിവരങ്ങളും കൂടി അടുത്ത ദിവസം തന്നെ പുറത്തു വരും. അപ്പോൾ ഇതാണ് മലയാള മനോരമ വാർത്തയുടെ അവസ്ഥ. ആധികാരിക സോഴ്സ് എന്ന നിലയിൽ പാർട്ടിക്കകത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത നൽകുന്നത്.
ആ വാർത്തയാണ് ഒറ്റ ദിവസത്തെ ആയുസ് പോലുമില്ലാതെ തകർന്നടിഞ്ഞ് താഴെ പോയത്. ഇതാണ് മലയാള മനോരമയുടെ സ്ഥിരം രീതി. ഊഹാപോഹങ്ങൾ അടിച്ചുവിടുക, ആധികാരികം എന്ന രീതിയിൽ അടിച്ചുവിടുക. ചിലതൊക്കെ കൊള്ളും, ചിലതൊക്കെ അങ്ങ് പൊട്ടിച്ചിതറി താഴെ വീഴും. കൊള്ളുന്നത് കൊള്ളട്ടെ, ഒരു ഏറ് കൊടുത്ത് കളയാം, എവിടെയെങ്കിലും ചെന്ന് പതിക്കട്ടെ എന്നാണ് മലയാള മനോരമ ലേഖകന്മാരുടെ പതിവ് രീതി എന്ന് പറയേണ്ടി വരും. ഏതായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ വാർത്ത തെറ്റാണ്. അത്തരമൊരു തീരുമാനം CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിട്ടില്ല. മലയാള മനോരമ നാളെ ഖേദം പ്രകടിപ്പിക്കുമെന്നൊന്നും കരുതേണ്ട. അതുപോലെ അങ്ങ് മറക്കും. കഴിഞ്ഞ വാർത്തയല്ലേ, അത് വിട്ടുകളയും. പുതിയ വാർത്തകൾ ഇതുപോലെ വ്യാജവും കെട്ടിച്ചമച്ചതും അർത്ഥസത്യങ്ങളുമായി വീണ്ടും വരും. ഇത് പതിവ് രീതിയാണ് മലയാള മനോരമയുടേത്. അത് മാറ്റാനൊന്നും സാധ്യതയില്ല. അത് തുടരും, അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ തന്നെ മലയാള മനോരമയുടെ വാർത്തയുടെ സ്ഥിതി എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയ ശക്തമായതോടുകൂടി ഓരോ ദിവസവും മലയാള മനോരമ പുറത്തുവിടുന്ന വാർത്തകൾ അപ്പോൾ തന്നെ പൊളിച്ചടക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും തുടരും. സോഷ്യൽ മീഡിയ ശക്തമായി ഉള്ളിടത്തോളം കാലം മലയാള മനോരമക്ക് ഇത്തരം കള്ളവാർത്തകൾ നൽകി രക്ഷപ്പെടാൻ കഴിയില്ല, റിവ്യൂ ചെയ്യപ്പെടും എന്നതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ച് ജാഗ്രത മലയാള മനോരമ പുലർത്തുന്നത് നല്ലതായിരിക്കും.